ഹായ് ഓൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4th സെമസ്റ്റർ BSc ഫിസിക്സിൻ്റെ PYQs ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 4th സെമസ്റ്ററിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും PYQസിനായിട്ട് നിങ്ങൾക്ക് യൂണിപ്രപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിൽ ഫ്രീ ട്രയൽസ് അവൈലബിൾ ആണ്. സോ എല്ലാവരും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, യൂണിപ്രപ്പിൽ ജോയിൻ ചെയ്യാം. ഹായ് ഓൾ, ഈ വീഡിയോയിൽ നമ്മൾ ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം ആൻഡ് ന്യൂക്ലിയർ ഫിസിക്സിലെ മൊഡ്യൂൾ 5, അതായത് ലാസ്റ്റ് മൊഡ്യൂളിൽ വന്നിട്ടുള്ള കുറച്ച് PYQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് 2022 പാർട്ട് എയിൽ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് അതേപോലെ തന്നെ സെയിം ടോപ്പിക് എന്ത് ചെയ്തിട്ടുണ്ട് 2023 പാർട്ട് എയിൽ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ, വാട്ട് ആർ സെക്കൻഡറി കോസ്മിക് വേവ്, വാട്ട് ഈസ് ഇറ്റ്സ് കണ്ടൻറ്റ്. ഓക്കെ, ഇതെന്താണ് നമ്മുടെ 2022 പാർട്ട് എയിൽ ചോദിച്ചാണ്. അത് ചോദിച്ചെന്താ, സെക്കൻഡറി കോസ്മിക് റേസ് ആണ്. ആൻഡ് 2023 ചോദിച്ച് നോക്കിയേ, വാട്ട് ആർ പ്രൈമറി കോസ്മിക് റേസ്, വാട്ട് ഈസ് ഇറ്റ്സ് കണ്ടൻറ്റ്. ഓക്കെ, ബേസിക്കലി എന്താ ചോദിച്ചിട്ടുള്ളത്, നമുക്ക് കോസ്മിക് റേ എന്ന് പറയുന്ന ടോപ്പിക് എന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അതിൽ പ്രൈമറി കോസ്മിക് റേ എന്താണെന്ന് അറിയണം, അതേപോലെ തന്നെ സെക്കൻഡറി കോസ്മിക് റേ എന്താണെന്ന് അറിയണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം പ്രൈമറി കോസ്മിക് റേ പറഞ്ഞിട്ട് പോകും. അതായത് നമ്മുടെ പ്രൈമറി കോസ്മിക് വേവ് എന്ന് വെച്ചാൽ നമ്മുടെ ദീസ് ആർ ദ ഹൈ എനർജി പാർട്ടിക്കിൾസ് ഒറിജിനേറ്റിംഗ് ഫ്രം ഔട്ടർ സ്പേസ്. അതായത് എക്സ്ട്രാ ടെറസ്ട്രിയൽ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ഹൈ എനർജി പാർട്ടിക്കിൾസ് ദാറ്റ് ട്രാവൽ ത്രൂ യൂണിവേഴ്സ് ആൻഡ് സ്ട്രൈക്ക് ഔട്ടർ ബൗണ്ടറീസ് ഓഫ് എർത്ത്. എവിടെ സ്ട്രൈക്ക് ചെയ്യണത്, നമ്മുടെ എർത്തിൻ്റെ ഔട്ടർ ബൗണ്ടറിയിലാണ് ഇത് എന്ത് ചെയ്യണത്, സ്ട്രൈക്ക് ചെയ്യണത്. ഓക്കെ, അതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ദീസ് ആർ ഹൈ എനർജി പാർട്ടിക്കിൾസ് എന്നുള്ളതാണ്. എന്താണ്, ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. ആൻഡ് ഇത് എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുക, നമ്മുടെ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഒബ്ജക്റ്റിൽ നിന്ന് എന്ത് ചെയ്യും, ഒറിജിനേറ്റ് ചെയ്യും. ആൻഡ് ഇതിൽ എന്താ ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ, മെയിനായിട്ട് നമ്മുടെ പ്രൈമറി കോസ്മിക് റേയിൽ ഉണ്ടാകുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആയിരിക്കും. ഓക്കെ, എന്താണ്, പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് വിത്ത് ഹൈ എനർജി ആയിരിക്കും. ഓക്കെ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതിൽ ഉണ്ടാവുന്ന ആൾക്കാരെ പ്രോട്ടോൺസും അതേപോലെ തന്നെ ഹീലിയം ആയിരിക്കും. ഏതൊക്കെയാണ് ഇതിലുണ്ടാവുന്ന പാർട്ടിക്കിൾസ്, ഇതിലുണ്ടാവുന്ന പാർട്ടിക്കിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് അതിലുള്ളത് പ്രോട്ടോൺസ്. ഓക്കെ, ഇതിൽ പ്രോട്ടോൺസ് ഉണ്ടാവും. ആൻഡ് എന്തുണ്ടാവും, ഹീലിയം. പ്രോട്ടോൺസ് ഉണ്ട്, അതേപോലെ തന്നെ ഹീലിയം ഉണ്ടാവും. ആൻഡ് പ്രോട്ടോൺസ് എത്ര ശതമാനം, മെയിനായിട്ട് പ്രോട്ടോൺസ് ഉണ്ടാവും. അതുകൊണ്ട് 92.9% എന്തുണ്ടാവും, പ്രോട്ടോൺസ് ഉണ്ടാവും. ആൻഡ് ബാക്കിയുള്ള ആൾക്കാർ ഓക്കെ ഒരു 6.3% എന്തുണ്ടാവും, നമ്മുടെ ഹീലിയം ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഇതിൽ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ പ്രോട്ടോണിനെക്കാട്ടും മാസ് കുറവുള്ള, അതായത് പ്രോട്ടോണിൻ്റെ മാസിനെക്കാട്ടും മാസ് കുറവുള്ള പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൽ കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ പറയാനുള്ളത്, പ്രൈമറി കോസ്മിക് റേൻ്റെ കേസിൽ പറയാനുള്ളത്. ഇത് നമ്മൾ എന്താ കാര്യം എന്ന് പറഞ്ഞു, എവിടെ അത് സ്ട്രൈക്ക് ചെയ്യുക പറഞ്ഞു. ആൻഡ് ഇതിലുള്ള കണ്ടൻസ് എന്തൊക്കെയാണ്, കണ്ടൻസ് പ്രോട്ടോൺസും അതുപോലെ ഹീലിയം ഉണ്ട്. അതിൻ്റെ കോമ്പോസിഷൻ എന്ത് ചെയ്യാം, ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ സെക്കൻഡറി കോസ്മിക് റേസാണ്. എന്താണ് സെക്കൻഡറി കോസ്മിക് റേസ് എന്ന് പറയുന്നത്, ദീസ് ആർ ദ പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡ് വെൻ പ്രൈമറി കോസ്മിക് റേസ് കൊളൈഡ് വിത്ത് ആറ്റംസ് ഇൻ ദ എർത്ത്സ് അപ്പർ അറ്റ്മോസ്ഫിയർ. ഓക്കെ, നമ്മൾ എന്തുണ്ടായി, പ്രൈമറി കോസ്മിക് റേ ഉണ്ടായി. ഇത് എന്ത് ചെയ്യാണ്, ട്രാവൽ ചെയ്ത് വരുമല്ലേ. ഓക്കെ, ഇത് ട്രാവൽ ചെയ്ത് വന്നിട്ട് നമ്മുടെ എർത്തിൻ്റെ അപ്പർ അറ്റ്മോസ്ഫിയറിലുള്ള പാർട്ടിക്കിൾസ് ആയിട്ട് എന്താണ് കൊളൈഡ് ചെയ്യുക വിചാരിച്ചോ. കൊളൈഡ് ചെയ്തിട്ട് ഉണ്ടാവുന്ന സെക്കൻഡറി വേവ്സിന്, ഓക്കെ സെക്കൻഡറി വേവ്സിനാണ് എന്ത് പറയുക, നമ്മൾ സെക്കൻഡറി കോസ്മിക് റേസ് എന്ന് പറയാം. ഓക്കെ, അതിന് മെയിനായിട്ട് എന്താ ഉണ്ടാവുക, നമ്മുടെ പ്രൈമറി കോസ്മിക് റേസിൽ മെയിനായിട്ട് ഹൈ എനർജി പ്രോട്ടോൺസും ആറ്റോമിക് ന്യൂക്ലിയസ് ഉണ്ടാവും, അതായത് ഹീലിയം ഉണ്ടാവും. ആൻഡ് നമ്മുടെ എന്തുമായിട്ട് ഇത് കൊളൈഡ് ചെയ്യണത്, എർത്തിൻ്റെ അപ്പർ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന സമയത്ത് അവിടെ മെയിനായിട്ട് ഉണ്ടാവുക ആൾക്കാർ ആരൊക്കെയാണ്, നൈട്രജനും അതേപോലെ ഓക്സിജനുമാണ്. ഓക്കെ, ആൻഡ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതെന്ത് ചെയ്യും, വന്നിട്ട് പ്രൈമറി കോസ്മിക് റേ ഹൈ എനർജി പാർട്ടിക്കിൾ വന്നിട്ട് എന്ത് ചെയ്യും, ഇതിനെ ഹിറ്റ് ചെയ്യും. അപ്പോൾ ഇത് എന്ത് ചെയ്യും, ഇതിനെ അബ്സോർബ് ചെയ്തിട്ട് വേറെ പാർട്ടിക്കിൾസ് ആയിട്ട് എന്ത് ചെയ്യും, ഇത് മാറും. എമിറ്റിംഗ് എന്താണ്, ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസിൽ നിന്ന് നമ്മൾ എമിറ്റ് ചെയ്യുകയും ചെയ്യും. അതായത് ഈ ഓക്സിജനും നൈട്രജനും ഒക്കെ ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എമിറ്റ് ചെയ്യുകയും ചെയ്യും. അതായത് ഇതിൽ മെയിൻ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂക്ലിയർ ഡിസിൻറ്റഗ്രേഷൻ. ഇവിടെ എന്ത് നടക്കും, ഒരു ന്യൂക്ലിയർ ഡിസിൻറ്റഗ്രേഷൻ ഇവിടെ നടക്കും കേട്ടോ, ന്യൂക്ലിയർ ഡിസിൻറ്റഗ്രേഷൻ. ഓക്കെ, അതിങ്ങനെ ഉണ്ടായിട്ടുള്ള സെക്കൻഡറി വേവ്സ് ഇത് പിന്നെ എന്ത് ചെയ്യും, പിന്നെയും കൊളിഷന് വിധേയമായിട്ട് പിന്നെ എന്ത് ചെയ്യും, പിന്നെയും വേവ്സ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആൻഡ് ഇതിൽ മെയിനായിട്ടേ നമ്മുടെ സെക്കൻഡറി കോസ്മിക് വേവ്സിൽ എന്തൊക്കെ ആൾക്കാരാണ് അടങ്ങിയിട്ടുള്ളത് നമുക്ക് നോക്കണം. അതായത് ഇതിലെ കണ്ടൻസ് എന്തൊക്കെയാണ്, ഇതിലെ കണ്ടൻസ് വരിക,
അതായത് കണ്ടൻസ് എന്ന് വരുന്നത് മെയിനായിട്ട് എന്തുണ്ടാവും, ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ, ഇലക്ട്രോൺസ് ഉണ്ടാവും, പോസിട്രോൺസ് ഉണ്ടാവും, എന്തുണ്ടാവും, പോസിട്രോൺസ് ഉണ്ടാവും, മ്യൂൺസ് ഉണ്ടാവും. ഓക്കെ, മ്യൂൺസ് ഉണ്ടാവും ആൻഡ് എന്തുണ്ടാവും, പയോൺസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് എന്തിലുണ്ടാവുക, നമ്മുടെ സെക്കൻഡറി കോസ്മിക് റേസിലുണ്ടാവുക. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സെക്കൻഡറി കോസ്മിക് റേസിന് തന്നെ രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒന്നെന്ന് പറയണത് നമ്മുടെ പെനിട്രേറ്റിംഗ് പവർ വെച്ചിട്ടാണ് എന്ത് ചെയ്യണത്, നമ്മളിതിൻ്റെ പെനിട്രേറ്റിംഗ് പവർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യണത്. ഒന്നെന്ന് പറയണത് നമ്മളിതിനെ സോഫ്റ്റ് കമ്പോണൻറ്റ് എന്ന് പറയാം. എന്താണ് സോഫ്റ്റ് കമ്പോണൻറ്റ്? സോഫ്റ്റ് കമ്പോണൻറ്റിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, ഇതൊരു ലെഡിന് 10 സെൻറ്റിമീറ്റർ വരെ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. ഓക്കെ, ഇറ്റ് ക്യാൻ പെനിട്രേറ്റ്, എന്താണ്, ഇറ്റ് ക്യാൻ അബ്സോർബ്ഡ് ബൈ 10 cm ഓഫ് ലെഡ് ഓർ ലെസ്. ഓക്കെ, ഇങ്ങനെയുള്ള കമ്പോണൻറ്റ് നമ്മൾ എന്ത് പറയാം, സോഫ്റ്റ് കമ്പോണൻറ്റ് എന്ന് പറയാം. ഇതല്ലാത്ത ആൾക്കാരെ നമ്മൾ എന്ത് പറയും, ഹാർഡ് കമ്പോണൻറ്റ് എന്ന് പറയും. എന്താണ് ഹാർഡ് കമ്പോണൻറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ സെക്കൻഡറി കോസ്മിക് വേവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ഇത് നമ്മുടെ പ്രൈമറി കോസ്മിക് റേസ് എർത്തിൻ്റെ അപ്പർ അറ്റ്മോസ്ഫിയറിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യും, അവിടെ ഉള്ള പാർട്ടിക്കിൾസായിട്ട് എന്ത് ചെയ്യും, കൊളൈഡ് ചെയ്യും. ആ കൊളിഷൻ്റെ ഭാഗമായിട്ട് എന്തുണ്ട്, ന്യൂക്ലിയർ ഡിസിൻറ്റഗ്രേഷൻ നടക്കും. ആൻഡ് അത് റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും, സെർട്ടൻ വേവ്സ് എന്ത് ചെയ്യും, പുറത്ത് വിടും. അതിനെയാണ് നമ്മൾ സെക്കൻഡറി കോസ്മിക് വേവ്സ് എന്ന് പറയാറ്. ആൻഡ് ഇതിൽ മെയിനായിട്ടുണ്ടാകുന്ന പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കമ്പോണൻസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ്, പോസിട്രോൺസ്, മ്യൂസോൺ അല്ലെങ്കിൽ മ്യൂൺസ്, പയോൺസ്. ഇതാണ് മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിനെ തന്നെ നമ്മൾ സെക്കൻഡറി വേവിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 2 പാർട്ടായിട്ട് പാർട്ടീഷൻ ചെയ്യുന്നുണ്ട്. എന്താണ്, ഒന്ന് സോഫ്റ്റ് കമ്പോണൻറ്റും ഒന്നെന്താണ് ഹാർഡ് കമ്പോണൻറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡറി കോസ്മിക് വേവിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ? എന്താണ് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ? LHC കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. ഓക്കെ, LHC എന്താണ്, അതെന്ത് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2022 പാർട്ടൈൽ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻ ഒരു മാറ്റമില്ലാതെ എന്ത് ചെയ്തിട്ടുണ്ട്, 2024 പാർട്ടൈൽ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ഇട്ടിട്ടുണ്ട്. എന്താണ് ഹിഗ്സ് ബോസോൺ എന്നുള്ളത്. ഓക്കെ, ഈ 3 ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് ഡീൽ ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, LHC എന്താണ്, ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്താണെന്ന് നോക്കണം. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ലാർജ് ഹാഡ്രോൺ കൊളൈഡറും പിന്നെ അത് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എന്താ ഒരു പോപ്പുലർ സയൻസിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടൊക്കെ ഉണ്ടാവും. ആൻഡ് ശരിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേൾഡിൽ തന്നെ ഒരു ലാർജസ്റ്റ് ആൻഡ് ഹയസ്റ്റ് എനർജി പാർട്ടിക്കിൾ ആക്സിലറേറ്ററാണ് നമ്മുടെ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ അല്ലെങ്കിൽ LHC എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇത് എവിടെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, ദിസ് ബിൽഡ് ബൈ യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ച്, CERN. ഓക്കെ, CERN ആണ്. ആൻഡ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ടണലാണ്. ടണൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടണലിന് ഒരു 27 കിലോമീറ്റേഴ്സോളം എന്തുണ്ട്, അതിൻ്റെ മേലെ സർക്കംഫറൻസ് ഉണ്ട്. ആൻഡ് ഇതിന് എത്ര ഡീപ്പാണ്, 175 മീറ്റേഴ്സ് എന്താണ് ഡീപ്പായിട്ട് കിടക്കുന്ന ഒരാളാണ് ഈ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇതെവിടെയുള്ളത്, ഫ്രാൻസിൻ്റെ സ്വിറ്റ്സർലാൻഡിലെ ബോർഡറിൽ നിയർ ജനീവേൻ്റെ അടുത്താണ് എന്തുള്ളത്, നമ്മുടെ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ ഇതിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ വെറുതെ ആഡ് ചെയ്തതല്ല. എന്താണ് ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലായാലും നിങ്ങൾ നോർമലി നിങ്ങൾക്ക് അറിയേണ്ട കാര്യമായാലും ഈ ഒരു സാധനം എന്ത് ചെയ്യണം, നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇതിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, ദ പേർപ്പസ് ഓഫ് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ, എന്തായിരുന്നു ഇതിൻ്റെ പേർപ്പസ് എന്ന്. ഓക്കെ, പേർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഗോൾ ഈസ് ടു അലോ ഫിസിക്സ് ടു ടെസ്റ്റ് പ്രെഡിക്ഷൻസ് ഓഫ് ഡിഫറെൻറ്റ് തിയറീസ് ഓഫ് പാർട്ടിക്കിൾ ഫിസിക്സ്. ഓക്കെ, നമ്മൾ പാർട്ടിക്കിൾ ഫിസിക്സ് പഠിക്കുന്നുണ്ട്. എന്താണ് പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എലമെൻ്ററി പാർട്ടിക്കിൾസിനെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ചിനെ നമ്മൾ പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറയാം. ഓക്കെ, ഈ പാർട്ടിക്കിൾ ഫിസിക്സിൽ എന്താണ് പറയുക, ഹൈ എനർജറ്റിക് ആയിട്ടുള്ള വളരെ എലമെൻ്ററി ആയിട്ടുള്ള, അതായത് ഇനി അതിനെ മുറിക്കാൻ പറ്റില്ല എന്നുള്ള ടൈപ്പ് ഓഫ് ആൾക്കാരാണ് നമ്മൾ എലമെൻ്ററി പാർട്ടിക്കിൾ എന്ന് പറയാം. ഓക്കെ, ആൻഡ് അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ സെറ്റപ്പ് ചെയ്തത്. ആൻഡ് ഇതിൻ്റെ മെയിൻ ഒരു കാര്യം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ
ഹിഗ്സ് ബോസോണിനെ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഹിഗ്സ് ബോസോണിനെ കണ്ടുപിടിക്കുക ആൻഡ് അതേപോലെ അതിൻ്റെ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യാം. ഇതായിരുന്നു ഇതിൻ്റെ ഒരു മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉദ്ദേശിച്ച പേർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഷറിങ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഹിഗ്സ് ബോസോൺ. ഓക്കെ, അല്ലെങ്കിൽ ഫൈൻഡിങ് ഹിഗ്സ് ബോസോൺ ആൻഡ് മെഷറിങ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്, അങ്ങനെ വേണേൽ പറയാം. ഓക്കെ, ആൻഡ് ഇതിൻ്റെ കൂടെ എന്തുണ്ട് വേറെയും കാര്യങ്ങൾ, അതായത് നമ്മൾ വേറെയും എന്താ പറയുക എലമെൻ്ററി പാർട്ടിക്കിൾസിൻ്റെ ഒരു ഗ്രൂപ്പ് ഫാമിലി കണ്ടുപിടിക്കുക. അപ്പോൾ നിയർലി എന്താണ് അല്ലെങ്കിൽ മെയിനായിട്ട് എന്താണ് നമ്മുടെ പാർട്ടിക്കിൾ ഫിസിക്സിലെ കാര്യങ്ങളെ പറ്റി കൂടുതലായിട്ട് അറിയാമെന്നുള്ളതായിരുന്നു ഇതിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഹിഗ്സ് ബോസോൺ ഞാൻ പറഞ്ഞു, ലാർജ് ഹാഡ്രോൺ കൊളൈഡർ ഹിഗ്സ് ബോസോണിനെ പറ്റി പഠിക്കാനും അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയായിരുന്നു നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് എന്താ അറിയണം, ഹിഗ്സ് ബോസോൺ എന്താണെന്ന് അറിയണം. ഓക്കെ, അപ്പോൾ ഹിഗ്സ് ബോസോൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം. ഹിഗ്സ് ബോസോൺ അത് നമ്മൾ ജനറലി എന്ത് പറയാറുണ്ട്, ഗോഡ്സ് പാർട്ടിക്കിൾസ് എന്ന് പറയാറുണ്ട്. എന്താണ് ഗോഡ്സ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ദൈവകണം എന്നൊക്കെ ഇട്ടില്ലേ നിങ്ങൾ, ഗോഡ്സ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ദൈവകണം. ഓക്കെ, ആ പേരിനെ പറ്റി എന്തുണ്ട്, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ബട്ട് എന്താണ് അതിന് ലാർജ്ലി നമ്മൾ വിളിക്കുന്നത് എന്താണ്, ഗോഡ്സ് പാർട്ടിക്കിൾ എന്നാണ്. എന്താണ് മെയിൻ അതിൻ്റെ ഒരു സയൻറ്റിഫിക് ടേം എന്ന് പറയുന്നത് ഹിഗ്സ് ബോസോൺ. ഓക്കെ, ഹിഗ്സ് ബോസോൺ എന്ന് വെച്ചാൽ എന്താ അറിയോ, ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. നിങ്ങൾ ഇപ്പോൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ആലോചിച്ചു, അതിലുള്ളൊരു കമ്പണൻ്റ് ആണ് അല്ലെങ്കിൽ അതിൻ്റെ പാർട്ടിക്കിളാണ് നമ്മുടെ ഫോട്ടോൺ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ ഉള്ള നമ്മുടെ ഹിഗ്സ് ഫീൽഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഓക്കെ, ഹിഗ്സ് ഫീൽഡ് ഉണ്ട്. ആ ഹിഗ്സ് ഫീൽഡിലെ പാർട്ടിക്കിൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹിഗ്സ് ബോസോൺ എന്ന് പറയാം. ഓക്കെ, ജസ്റ്റ് ലൈക്ക് എന്താ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഫോട്ടോൺ പാർട്ടിക്കിളായിട്ട് പറയും, അതേപോലെ ഹിഗ്സ് ഫീൽഡിൻ്റെ പാർട്ടിക്കിളായിട്ട് നമ്മൾ പറയുന്ന ആളാണ് നമ്മുടെ ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ കാര്യം എന്താണ്, ഇത് എന്താ ചെയ്യണത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ്. ഹിഗ്സ് ബോസോൺ ഈസ് ദ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ ഇൻ ഫിസിക്സ് ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഹിഗ്സ് ഫീൽഡ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം, എ ഫീൽഡ് ബിലീവ്ഡ് ടു ഗിവ് മാസ് ടു അതർ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ്. എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് ആൾക്കാർക്ക് എന്തുണ്ട്, മാസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പ്രോട്ടോൺ എടുത്തു, അതിന് മാസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ പാർട്ടിക്കിളിന് മാസ് കൊടുക്കുന്ന, അതായത് ഒരു പാർട്ടിക്കിളിന് മാസ് വരാൻ കാരണം ഈ ഹിഗ്സ് ബോസോൺ എന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ നമ്മുടെ ഫിസിക്സ് എടുത്തു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്നത്. കാരണം എന്താ, നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ പാർട്ടിക്കിളിൻ്റെ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ മാസ് ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്, ഹിഗ്സ് ബോസോൺ പാർട്ടിക്കിളിൽ നിന്നാണ് ആ മാസ് എന്ത് ചെയ്യണത്, മാസിൻ്റെ ഇൻറ്ററാക്ഷൻ വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹിഗ്സ് ബോസോണിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അത്രയും ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഇതെന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ പാർട്ടിക്കിൾ ഫിസിക്സ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് മിസ്സിങ് ആയിട്ടുള്ള, അതായത് നമ്മൾ പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് എന്ത് ചെയ്തു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അത് പറയുന്ന സമയത്തെ അതിൽ ഒരുവിധ ആൾക്കാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ എന്താ പറയുക, ഏറ്റവും മിസ്സിങ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിസ്സിങ് ആളായിരുന്നു നമ്മുടെ ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇയാളാണ് എന്ത് ചെയ്തത്, നമ്മൾ 2012 കുറച്ച് കാലമായിട്ടുള്ളൂ കണ്ടുപിടിച്ചിട്ട് 2012 LHC എന്ത് ചെയ്തത്, പ്രൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കൺഫേം ദ എക്സിസ്റ്റൻസ് ഓഫ് ഹിഗ്സ് ബോസോൺ. ഓക്കെ, അപ്പോൾ ഹിഗ്സ് ബോസോൺ എന്താണെന്ന് മനസ്സിലാക്കുക. എന്താണ്, ഹിഗ്സ് ഫീൽഡിൻ്റെ ഒരു പാർട്ടിക്കിളാണ് നമ്മുടെ ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്നത്. ഇതെന്താ ചെയ്യണത്, ഇറ്റ് ബിലീവ് ടു ഗിവ് മാസ് ടു അതർ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ്. ഓക്കെ, ആൻഡ് ഇത് എപ്പോഴാണ് കൺഫേം ചെയ്തത്, ഹിഗ്സ് ബോസോണിൻ്റെ എക്സിസ്റ്റൻസ് 2012 എന്താണ് CERN LHC എക്സ്പെരിമെൻറ്റിൽ CERN ഇത് എന്ത് ചെയ്തത്, കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹിഗ്സ് ബോസോണിനെ പറ്റി പറയാനുള്ളത്.